ഫോണിന്റെ പെർഫോമൻസ് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രശസ്തമായ ബെഞ്ച്മാർക്ക് ആപ്പാണ് ആന്റിറ്റ്യൂഡ്. പെർഫോമൻസിന്റെ 4 ഏരിയകളാണ് ആന്റിറ്റ്യൂഡ് പരിശോധിക്കുന്നത്. ഒന്ന് CPU, ആപ്പ് ഉപയോഗിക്കുമ്പോഴും കാൽക്കുലേഷൻ വേഗതയും ഒക്കെയാണ് ഇതിൽ പരിശോധിക്കുന്നത്. 2 GPU, ഇതിൽ ഗെയിമിംഗിലെ ഗ്രാഫിക്സ് ആണ് നോക്കുന്നത്. മൂന്നാമത്തേത് റാമും സ്റ്റോറേജും ഉൾപ്പെടുന്ന മെമ്മറി. ഇവിടെ ആപ്പുകൾ ലോഡ് ആകാനുള്ള സ്പീഡ് നോക്കും. അവസാനത്തെ അല്ലെങ്കിൽ നാലാമത്തേത് യൂസർ എക്സ്പീരിയൻസ് ആണ് നോക്കുന്നത്. ആനിമേഷന്റെയും ടച്ച് സ്മൂത്ത്നെസിന്റെയും ഒക്കെ ഒരു അളവാണ് ഇവിടെ നോക്കുന്നത്. അങ്ങനെ ഈ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്കോർ നൽകും. സ്കോർ കൂടുന്നതിനനുസരിച്ച് ഫോണിന്റെ വേഗതയും കൂടുതലായിരിക്കും. എൻട്രി ലെവൽ ഫോണുകളിൽ ഈ സ്കോർ 3 ലക്ഷത്തിന് താഴെയാണ് വരുന്നത്. ബഡ്ജറ്റ് ഫോണുകളിൽ 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള സ്കോർ വരുന്നുണ്ട്. ഈ റേഞ്ചിൽ സ്മൂത്ത് ഉപയോഗം സാധ്യമാണ്. മിഡ് റേഞ്ച് ഫോണുകളിൽ 5 ലക്ഷം മുതൽ 8 ലക്ഷം വരെയുള്ള സ്കോർ വരുന്നുണ്ട്. ഈ സ്കോറുള്ള ഫോണുകളിൽ നല്ല ഗെയിമിംഗ് ഒക്കെ ചെയ്യാം. അപ്പർ മിഡ് റേഞ്ച് ഫോണുകളിൽ 8 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആന്റിറ്റ്യൂഡ് സ്കോർ വരുന്നുണ്ട്. ഈ ഫോണുകളിൽ മൾട്ടി ടാസ്കിങ്ങും നല്ല ഗ്രാഫിക്സും ഉള്ള ഗെയിമിംഗ് ഒക്കെ ചെയ്യുവാൻ കഴിയും. ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ സ്കോർ ഉണ്ട്. ഗ്രാഫിക്സിലും സ്പീഡിലും ഇതിന് ചെയ്യുവാൻ കഴിയാത്തതായി ഒന്നുമില്ല. 20 ലക്ഷത്തിന് മുകളിൽ ആന്റിറ്റ്യൂഡ് സ്കോർ ഉള്ള ഫോണുകളെ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ഫ്ലാഗ്ഷിപ്പ് കില്ലർ അല്ലെങ്കിൽ ഗെയിമിംഗ് ബീസ്റ്റ് എന്ന് വിളിക്കാം. ഇത് വേറെ ലെവൽ പെർഫോമൻസ് ആണ്. ഒരു 1.5 ലക്ഷത്തിന് താഴെ ആന്റിറ്റ്യൂഡ് സ്കോർ കാണിക്കുന്ന ഒരു ഫോൺ ബേസിക് യൂസിന് പോലും വാങ്ങരുതെന്നാണ് എന്റെ അഭിപ്രായം. ഗാലറി ഓപ്പൺ ചെയ്യുവാൻ ഇട്ടിട്ട് ഒരു ചായ കുടിച്ച് കഴിയുമ്പോഴേ അത് ഓപ്പൺ ആയി കിട്ടുകയുള്ളൂ. എന്നാൽ 3 ലക്ഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്കോർ ഉള്ള ഫോൺ സ്മൂത്ത് ആയി ബേസിക് യൂസിന് ഉപയോഗിക്കാം. പിന്നെ ഗെയിമിംഗ് ഒക്കെ നോക്കുന്നവർ അതിനനുസരിച്ചുള്ള സ്കോർ ഉള്ള ഫോൺ വാങ്ങുക. എന്നാൽ ആന്റിറ്റ്യൂഡ് സ്കോറിലും ചെറിയ തട്ടിപ്പുള്ളതായി പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. പുതുതായി ലോഞ്ച് ചെയ്യുന്ന ബഡ്ജറ്റ് ഫോണുകൾക്ക് ഉൾപ്പെടെ വലിയ സ്കോറാണ് കാണിക്കുന്നത്. എന്നാൽ പഴയ ഫോണിന്റെ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ ഈ കാണിക്കുന്ന സ്കോറിനനുസരിച്ചുള്ള പെർഫോമൻസ് ഒന്നും പുതിയ മോഡലുകളിൽ കാണാൻ കഴിയുന്നുമില്ല.